ഞാൻ വന്നിട്ടുള്ളത് ഒരു പുഡിംഗ് റെസിപ്പി ആയിട്ടാണ്. അപ്പൊ ഇതിൽ ചൈന ഗ്രാസും അതുപോലെ തന്നെ ജെലറ്റിൻ ഒന്നും ചേർക്കാതെ ഉണ്ടാക്കിയൊരു പുഡിംഗ് ആണ്. പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റും ഇത്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പൊ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആകെ വേണ്ടത് 3 ഇൻഗ്രീഡിയൻസ് മാത്രമാണ്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ചെയ്യുന്ന നോക്കാം. അപ്പൊ ഇതിനു വേണ്ടി നമുക്ക് വിപ്പിഡ് ക്രീം വേണം. നിങ്ങൾക്ക് എത്ര വേണ്ടോ അത്രയും ക്രീം വിപ്പ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഇതിന് വേണ്ടത് കോഫിയാണ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള കോഫി തന്നെ വേണം. കാരണം ഒരു കോഫിയുടെ ടേസ്റ്റും കൂടി ഇതിന് വേണം. അപ്പൊ ഇതിന് 2 ടേബിൾ സ്പൂൺ വെച്ച് ഉണ്ടാക്കിയെടുത്ത കോഫിയാണ്. പിന്നെ വേണ്ടത് മാരിഗോൾഡ് ബിസ്ക്കറ്റ്. അപ്പൊ നമുക്ക് ഇതെങ്ങനെ ചെയ്യുന്ന നോക്കാം. ആദ്യം നമുക്ക് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്ന പാത്രത്തിലേക്ക് ഫസ്റ്റ് ലെയർ കുറച്ച് വിപ്പിഡ് ക്രീം ഒഴിച്ചു കൊടുക്കാം. അതിന്റെ മേലെ നമുക്ക് ബിസ്ക്കറ്റ് കോഫിയിൽ മുക്കി അതിലേക്ക് വെച്ചു കൊടുക്കാം. അപ്പോൾ കോഫി നല്ല ചൂടുണ്ടായിരിക്കണം, എന്നാലേ നമ്മുടെ ബിസ്ക്കറ്റ് നന്നായിട്ട് കുതിർന്ന് വരുള്ളൂ. ഒരു 3-4 ബിസ്ക്കറ്റ് ഇതുപോലെ നമുക്ക് ഇതിന്റെ മേലെ വെക്കാം. നല്ല ടേസ്റ്റ് ആണ് ബിസ്ക്കറ്റ് ഇട്ടാല്. പിന്നെ ഇതിന്റെ മേലെ നമുക്ക് കുറച്ച് വിപ്പിഡ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഒരു 3 അല്ലെങ്കിൽ 4 ടേബിൾ സ്പൂൺ ഒഴിച്ചെടുക്കാം. ഇനി ഇതിന്റെ മേലെ നമുക്ക് വീണ്ടും ബിസ്ക്കറ്റ് കോഫിയിൽ മുക്കി ഇതിന്റെ മേലെ വെച്ചു കൊടുക്കാം. ബിസ്ക്കറ്റ് വെച്ചതിന് ശേഷം വീണ്ടും നമുക്ക് ക്രീം, പിന്നെ ബിസ്ക്കറ്റ്, പിന്നെ ക്രീം, അങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കാം. അവസാനം മേൽഭാഗത്ത് ക്രീമാണ് വരേണ്ടത്. വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് വിപ്പാണ്ട് ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്താൽ മതി. കാരണം ഇത് ഫ്രിഡ്ജിൽ വെക്കുന്നതുകൊണ്ട് നമുക്ക് നന്നായിട്ട് സെറ്റായി കിട്ടും. ഒരുപാട് വീഡിയോയിൽ ഞാൻ ഈ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്ന കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിൽ ഞാനിത് കാണിച്ചു തരാതിരുന്നത്. അതുപോലെ തന്നെ കോഫി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് പാലിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ സാധാരണ വെള്ളത്തിൽ ഉണ്ടാക്കാം. ഞാനിവിടെ പാൽ വെച്ചാണ് ചെയ്തിട്ടുള്ളത്. നല്ല ചൂടുണ്ടായിരിക്കണം, അത്രമാത്രം ശ്രദ്ധിച്ചാൽ മതി. ഞാനിവിടെ ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന്റെ മേലെ നമുക്ക് കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഓപ്ഷണൽ ആണ്. വേണമെങ്കിൽ നട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പൊ എല്ലാം കയ്യിലുണ്ടെങ്കിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ ഞാൻ വേറെയും 2 എണ്ണം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ മേലെ നമുക്ക് ഈ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ച് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഈ 3 പാത്രത്തിലാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. പെട്ടെന്നൊക്കെ കഴിക്കാനാ വേണമെങ്കിൽ ഒരു അരമണിക്കൂർ ഫ്രീസറിൽ വെച്ച് കൊടുത്താൽ മതി. പിന്നെ ഫ്രിഡ്ജിൽ താഴെ ഭാഗത്ത് വെക്കുന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ 1.5 മണിക്കൂർ വെച്ച് കൊടുത്താൽ നന്നായിട്ട് ഇത് സെറ്റായി വരും. അപ്പൊ ഇത് ഞാൻ അരമണിക്കൂർ ഫ്രീസറിൽ വെച്ച് എടുത്തതാണ്. കണ്ടത് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അധികം ഹാർഡൊന്നും ആയിട്ടില്ല. കുറെ സമയം വെച്ചാലും ഈ ഒരു കൺസിസ്റ്റൻസി തന്നെ ആയിരിക്കും. ഒരുപാടൊന്നും ഹാർഡായി വരൂല. ഇതിപ്പോ ഇത് ഞാൻ ഫ്രിഡ്ജിൽ താഴത്ത് വെച്ചതാണ്. ഇത് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇത് ഒരു 1.5 മണിക്കൂർ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം വളരെ പെട്ടെന്ന് റെഡിയാക്കാം. കൊച്ചു കുട്ടികൾക്ക് പോലും ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത്ര എളുപ്പമാണ്. അതുപോലെ തന്നെ ഇതിന് ഇൻഗ്രീഡിയൻസും അത്രയൊന്നും ആവശ്യമില്ല. അപ്പൊ എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പൊ വീണ്ടും നല്ല നല്ല റെസിപ്പികളൊക്കെ വരാം. താങ്ക് യു.